കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അതുകൊണ്ട് ജനുവരി അവസാനത്തോടുകൂടിയാണ് അദ്ദേഹം അറസ്റ്റിലായത്. എന്താ ഇവിടെ നടക്കുന്നത്? അല്ല, ഹേമന്ത് സോറന് ജാമ്യം കിട്ടിയതിൽ എനിക്ക് സന്തോഷമാണ്. എന്നാൽ ദുഃഖകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ കോടതികൾ സമീപകാലത്ത് ചെയ്യുന്ന ചില അതിര് കടന്നുള്ള ചില നടപടികളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ എനിക്ക് ദുഃഖമുണ്ട്. ജാമ്യം കിട്ടിയതിൽ സന്തോഷം എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഒരു ആദിവാസിയാണ്. അറിയാമല്ലോ, ഷിബു സോറൻ്റെ മകനാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ആദിവാസി നിയമം നോക്കുമ്പോൾ, നിയമത്തിൻ്റെ ഇളവ് ആനുകൂല്യം വിളമ്പുമ്പോൾ ആദിവാസിക്കും അതല്ലാത്തവർക്കും ഒരേ നീതിയാണോ നമ്മുടെ കോടതികൾ നൽകുന്നത് എന്നത് സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഹേമന്ത് സോറൻ്റെ കേസിലുണ്ടായത്. അറിയാം, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നു. ആദിവാസികളുടെ പേരിലുള്ള ഭൂമി അദ്ദേഹം സ്വന്തം നിലയ്ക്ക് 8.9 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തു. അതിലൂടെ വലിയ തുക കണ്ടെത്തി എന്നൊക്കെയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് കേസുകളൊക്കെ വന്നപ്പോൾ ഈ ആദിവാസികളുടെ നിഷ്കളങ്കമായ ചില പ്രവർത്തികൾ ഉള്ള പോലെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരവിൽ കവിഞ്ഞുള്ള തുകയൊക്കെ ബാങ്കിലുണ്ടായിരുന്നു. പിടിക്കാൻ എളുപ്പമായി. അതെ, പൈസ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ശമ്പളത്തിനപ്പുറത്തുള്ള തുക ബാങ്കിൽ കണ്ടു. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നത്, ഞാൻ 100 കോടി വാങ്ങിയുള്ളൂ, എവിടെ കാശ് എന്നല്ലേ ചോദിക്കുന്നത്. എവിടെ? രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം IRS ഉദ്യോഗസ്ഥനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ, ഇന്ത്യൻ റവന്യൂ സർവീസ് തന്നെ എൻ്റെ കീഴിലാണ് എന്ത് EDയും ITയും ഒക്കെ ഉള്ളത്. അപ്പോൾ EDയും ITയും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായി അറിയാവുന്ന ആളാണ് മുൻ IRS ഉദ്യോഗസ്ഥനായ കെജ്രിവാൾ. EDയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ IPSകാരല്ല, IRSകാരാണ്. ഇന്ന ടാക്സിന് തലപ്പത്തിരിക്കുന്നവരും IPSകാരല്ല, IRSകാരാണ്. അപ്പോൾ എന്താണ് എല്ലാ തന്ത്രവും അറിയാവുന്ന ആളാണ് കെജ്രിവാൾ. അതുകൊണ്ടാണ് കെജ്രിവാൾ ചോദിക്കുന്നത്, എന്നാ കാണിച്ചതാന്ന് പറയുന്നത്. കെജ്രിവാളിനറിയാം ഈ പണം എങ്ങനെ വെച്ചാൽ പിടിക്കും, എങ്ങനെ പിടിക്കപ്പെടാതിരിക്കും. അതുകൊണ്ടാണ് ബിറ്റ് കോയിനും ക്രിപ്റ്റോ കറൻസിയൊക്കെ ആയിട്ടാണ് ഈ പണം മാറ്റിയതെന്ന് പറയുന്നത്. ഗോവയിലേക്ക് ഈ പണം കൊണ്ടുപോയി അവിടെ ചെലവഴിച്ചു എന്നതിൻ്റെ തെളിവുകളും EDയുടെ കയ്യിലുണ്ട്. പക്ഷേ അദ്ദേഹം ജാമ്യം വേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തത്. കേസ് തന്നെ റദ്ദാക്കണം, അറസ്റ്റ് തന്നെ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം ആവശ്യപ്പെടാത്ത ജാമ്യം പിടിച്ച് തലേ വെച്ച് കൊടുത്ത് പുറത്തിറക്കി. അന്ന് പറഞ്ഞ ന്യായം നമ്മൾ പലതവണ പറഞ്ഞാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യവ്യാപകമായി പ്രചാരണം നടത്താൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് അമിത്ഷാ പറഞ്ഞതുപോലെ കേട്ടുകേഴ്വിയില്ലാത്ത പരിഗണന കിട്ടി അദ്ദേഹം പുറത്തു വന്നു. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, അദ്ദേഹത്തിന് മുമ്പ് 5 മാസം മുമ്പേ അറസ്റ്റ്, 1.5 മാസം മറ്റോ ആയുള്ളൂ കെജ്രിവാൾ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. ഷിബു സോറൻ 5 മാസത്തോളമായി. ഷിബു സോറൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പോയ വണ്ടി കാണാനില്ല, വീട് വന്നപ്പോൾ വീട് പൂട്ടിയിട്ട് അദ്ദേഹം സെക്രട്ടറിയുടെ മുങ്ങി അവിടെ ജാർഖണ്ഡിൽ ചെന്നു. ജാർഖണ്ഡിൽ നിന്ന് പിന്നെ വളരെ നാടകീയമായി പിടികൂടി ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങ് രാജിവെച്ചു ക്ലീനായിട്ട്. ആദിവാസിയുടെ നിഷ്കളങ്കമായൊരു ബുദ്ധി അതിനകത്തുണ്ട്. അതെ, കാരണം അദ്ദേഹത്തിന് അറിയാം, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജിവെക്കണം, മുഖ്യമന്ത്രിയല്ലേ. എത്തിക്സ് ഉണ്ട് ഒരു ആദിവാസിക്ക്. കാരണം വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ വളരെ കുറവുള്ള ആളുകളാണ് ആദിവാസികളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആദിവാസിയുടെ നിഷ്കളങ്ക ബുദ്ധിയിൽ പോലും താൻ ഒരു അഴിമതി കേസിൽ പിടിക്കപ്പെട്ടാൽ രാജിവെക്കണം എന്നുള്ള ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു. അപ്പോഴാണ് IRSകാരനായ കെജ്രിവാളിന് ഇന്നുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ ഒരു കേസിൽ CBI അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും ജയിലിലാക്കിയിരിക്കുകയാണ്. അതുവരെ അത് രാജിവെക്കത്തില്ല. രാജിവെക്കാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇല്ലാതെ എങ്ങനെ മന്ത്രിസഭ കൂടി കാര്യങ്ങൾ നടക്കുന്നു എന്നറിയില്ല. ഡൽഹിയിലെ ജനങ്ങൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ക്ലേശിക്കുകയാണ്. വെള്ളം കൊടുക്കുക എന്നുള്ളത് ദില്ലി സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതെ അവിടെ അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മഴയുടെ ഒരു പ്രശ്നവും അപ്പോൾ അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇങ്ങനെ സോറൻ അപ്പോൾ എന്ത് ചെയ്തു, ഹേമന്ത് സോറൻ ഈ കെജ്രിവാളിന് ജാമ്യം കിട്ടിയതനുസരിച്ച് അതേ ഗ്രൗണ്ടിൽ ജാമ്യം വേണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ പ്രമുഖനായ കോൺഗ്രസ് മോദി വിരുദ്ധനായ കോൺഗ്രസ് പക്ഷത്തെ ഏറ്റവും പ്രബലനായ അഭിഭാഷകനെ കപിൽ സിബൽ കെഞ്ചി അതേ ബെഞ്ചിൽ ദീപാങ്കർ ദത്തയും സഞ്ജീവ് ഖന്നയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ചോദിക്കാതെ ജാമ്യം കെജ്രിവാളിന് കൊടുത്ത ബെഞ്ചിനോട് അതേ പരിഗണന എനിക്കും തരാൻ പറഞ്ഞിട്ട് ആട്ടി ഓടിച്ചു വിട്ടു. അദ്ദേഹവും രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിനും പ്രചാരണം നടത്തണം എന്ന് പറഞ്ഞിട്ടും കോടതി മുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ കോടതി, അതാ ഞാൻ പറഞ്ഞ ആദിവാസിക്ക് വിളമ്പുമ്പോൾ നീതിയാവട്ടെ, വിഭവങ്ങളാവട്ടെ, സമ്പത്താവട്ടെ, എന്തും ആദിവാസിക്ക് കൊടുക്കുമ്പോൾ ആദിവാസിയുടെ കാര്യത്തിൽ വേറൊരു നിയമമുണ്ടോ എന്ന്
തോന്നിപ്പോകുന്ന, വേറൊരു പരിഗണനയുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം അഴിമതി കേസ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി തെളിയിക്കട്ടെ. പക്ഷേ കേസിൽ വന്നു, അതായത് നിയമ സംവിധാനത്തിന് വഴങ്ങി, നിയമവാഴ്ചയ്ക്ക് വഴങ്ങി, രാജിവെച്ചു, അധാർമികത ഉയർത്തിപ്പിടിച്ചു, ജയിലിൽ പോയി, ജാമ്യത്തിന് ശ്രമിച്ചു, ജാമ്യം കിട്ടിയില്ല, അവസാനം സുപ്രീം കോടതി കിട്ടിയില്ല, ഹൈക്കോടതി പോകാൻ പറഞ്ഞു, ഹൈക്കോടതി പോയി, ജാമ്യത്തോടെ വന്നു. ഹേമന്ത് സോറനെ നമുക്ക് അഭിനന്ദിക്കാം. അദ്ദേഹം രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാന്യമായി പെരുമാറിയ ആളാണ്. ഭരണഘടന ഉന്നത വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത, സാമൂഹികമായും ഉന്നത ശ്രേണിയിലുള്ള ആളല്ലാത്ത ഹേമന്ത് സോറൻ നമ്മുടെ ഭരണഘടനയെ സിനു പറഞ്ഞ പോലെ ഉയർത്തിപ്പിടിച്ച് അംഗീകരിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ഭരണഘടനയുടെ വിജയം തന്നെയാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷേ സന്തോഷമില്ലാത്ത കാര്യം, ഒരു ജാമ്യം പരിഗണിക്കുന്ന കോടതി എന്ന് പറഞ്ഞാൽ ആ ജാമ്യം കിട്ടാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട്, ഇപ്പോൾ കേജ്രിവാളിന് ന്യായബിന്ദു എന്ന് പറയുന്ന റോസ് അവന്യൂ കോടതിയിലെ ജഡ്ജി ജാമ്യം കൊടുത്തിട്ട് എന്താ പറഞ്ഞത്, 1000 പേജുള്ള വിധിയാണ്, അല്ല 1000 പേജുള്ള ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട്, ഇതൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ ജാമ്യം കൊടുത്തേക്കാണ് എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തു. അതുപോലെയല്ല അവർ ചെയ്ത്. പക്ഷേ എന്നിട്ട് അവർ വേറെ ഒന്നുകൂടെ പറഞ്ഞു, 1000 ED കൊടുത്ത 1000-ലേറെ പേജ് വായിച്ചില്ല. എന്നാൽ ഇതൊന്നും വായിക്കാതെ ED ഊടുപാട് ചീത്തയും പറഞ്ഞു. ED അധികാര ദുർവിനിയോഗം നടത്തി, ED ചെയ്ത് ശരിയല്ല, അത് ഇവിടുന്ന് കിട്ടിയ അവർക്ക് വരും. അപ്പോൾ അത് പ്രതിഭാഗം പറഞ്ഞതാണ്. പ്രതിഭാഗം പറയുന്നതിന് കൗണ്ടർ ചെയ്തുള്ള മറുപടിയാണ് ED കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്. അത് വായിച്ചില്ല, അത് വായിക്കാതെ ജാമ്യം കൊടുത്തു. പ്രതിഭാഗം പറഞ്ഞത് കേട്ട്, കേജ്രിവാളിൻ്റെ ഭാഗം പറഞ്ഞത് കേട്ട് ED ചീത്ത പറഞ്ഞുകൊണ്ട് കുറേ വാചകങ്ങൾ വിധിയിൽ എഴുതി വെക്കുകയും ചെയ്തു. അതാണ് ഈ ന്യായബിന്ദുവിൻ്റെ അന്യായ വിധി. അതിനെതിരെയാണ് ED പിറ്റേന്ന് നേരം വെളുക്കും മുമ്പ് തന്നെ ഹൈക്കോടതി പോയി അത് സ്റ്റേ ചെയ്യിച്ചത്. സുപ്രീം കോടതിയുടെ വിധി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ അന്യായ ബിന്ദുവിൻ്റെ വിധിക്ക് തുല്യമായ ചില പരാമർശങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ, ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് ഇതിനകത്ത് കേസിന് തെളിവുണ്ടോ, അതിൻ്റെ രേഖകൾ ശരിയല്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് എനിക്ക് ഈ ജൂറിസ്ഡിക്ഷൻ മറികടന്ന്, അധികാര പരിധി മറികടന്ന് കോടതികൾ ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം പോലെ എനിക്ക് കണ്ടതെന്നറിയോ, അതായത് 8.8 ഏക്കർ ഭൂമി ഹേമന്ത് സോറൻ തട്ടിയെടുത്തു, അദ്ദേഹത്തിൻ്റെതാക്കി എന്നതിനൊന്നും രേഖകൾ തെളിവില്ല, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അത് കാരണം അത് പിന്നീട് വിചാരണയെ ബാധിക്കും. അതെ, ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. വിചാരണ നടത്തുന്നത് ചെറിയ കോടതിയിലാണ്, താഴത്തെ കോടതിയിലാണ്, ജില്ലാ റാങ്കിലുള്ള, സെഷൻസ് കോടതി റാങ്കിലുള്ള ED കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. സാമ്പത്തിക കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള CJM കോടതിയിലോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിലായിരിക്കും വിചാരണ നടക്കുന്നത്. അവിടെ പറയുകയാണ് മേൽക്കോടതി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് തെളിവില്ല എന്ന്, വിധിയുണ്ടെന്ന് പറഞ്ഞ് ഹാജരാക്കിയാൽ ആ കേസ് ദുർബലമായി പോകും. അതെ. അപ്പോൾ ഈ ന്യായാധിപന്മാർ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ, അവരുടെ അധികാര പരിധിയിൽ നിന്ന് വിധി പറയുന്ന ആണ് നല്ലത്. അതാണ് അഭികാമ്യം, അതാണ് നിയമം ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ കൂടെ വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത്, അതാണ് എനിക്ക് സങ്കടമുണ്ടെന്ന് പറയാം. മുമ്പ് ഇതേപോലൊരു സംഭവം, സമാനമായ സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അഭയ കേസിൻ്റെ പ്രതികളായ സിസ്റ്റർ സെഫി, ഫാദർ കോട്ടൂർ, പുതുർക്കയിൽ തുടങ്ങിയവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമയുടെ ബെഞ്ചിൽ വന്നു. ഹേമയുടെ ബെഞ്ചിൽ വന്നിട്ട് ഹേമ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയല്ല, CBIയുടെ കേസ് മൊത്തം എടുത്ത് 100-150 പേജുള്ള, എനിക്ക് തോന്നുന്നു അത്രയും കുറച്ച് വലിയ ജഡ്ജ്മെൻ്റ് അല്ല, അതിൽ CBIയുടെ കേസേ പ്രഹസനമാണെന്ന് സ്ഥാപിച്ച് ഒരു വിധി പറഞ്ഞു. അതിനെതിരെ CBI അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ചിൽ. അപ്പീലിന് പോയി അങ്ങനെയൊക്കെ വലിയ കോലാഹലം ഉണ്ടായി. അപ്പോൾ ഞാൻ ആ സമയത്ത് കേരള ഹൈക്കോടതിയിൽ കൗമുദിയുടെ നിയമകാര്യ ലേഖകനായിരുന്നു. അത് വിശദമായി റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങളന്ന് നീതി ദേവതയുടെ മൂടപ്പെട്ട കണ്ണുകളുടെ സുഖം എന്ന പേരിൽ 1-ാം പേജിൽ എഡിറ്റോറിയൽ എഴുതി. ഞങ്ങൾക്കെതിരെ അന്ന് കണ്ടംപ്റ്റ് കേസ് വന്നു. MS മണി സാറും ചീഫ് എഡിറ്റർ മണി സാറും ഞാനും ഒക്കെ കേസിൽ പ്രതികളായി. അവസാനം അത് പിന്നെ അതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി ജസ്റ്റിസ് K. ബാലകൃഷ്ണൻ നായർ അത് റദ്ദാക്കുകയാണ് ചെയ്തത്. കേസ് റദ്ദാക്കി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജൂറിസ്ഡിക്ഷൻ മറികടന്ന്, അധികാരപരിധി മറികടന്ന് ഇത്തരം കാര്യങ്ങൾ കോടതികൾ ചെയ്യുന്നത് അഭികാമ്യമല്ല. അതിലാണ് സങ്കടമുണ്ടെന്ന് പറയുന്നത്. ഏതായാലും ഹേമന്ത് സോറന് ആശംസകൾ നേരാം. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഊതിക്കാച്ചിയെ പൊന്നുപോലെ നിരപരാധിയാണെങ്കിൽ തിരിച്ചു വരട്ടെ. അതെ.